ആഗോള അയ്യപ്പ സംഗമത്തിൽ വർഗീയവാദികളെ പ്രവേശിപ്പിക്കരുതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ശബരിമല യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല, കഴിഞ്ഞ അധ്യായമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ സംഘപരിവാറിന്റെ തീരുമാനം. അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 20-ന് പമ്പാ തീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ മാത്രം പരിപാടിയായിരിക്കില്ല. സിപിഎമ്മിന്റെ പൂർണ്ണ പിന്തുണ പരിപാടിക്കുണ്ട്. വർഗീയവാദികളെ പരിപാടിയിലേക്ക് ക്ഷണിക്കരുതെന്ന എം വി ഗോവിന്ദന്റെ വാചകം സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും. അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ സംഘപരിവാർ തീരുമാനിച്ചു. ഈ മാസം 22-ന് പന്തളത്താണ് വിപുലമായ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവുമാണ് പരിപാടിക്ക് പിന്നിൽ. അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരെ പരിപാടിയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. ഈ സമ്മേളനം അയ്യപ്പന്മാരെ പറ്റിക്കുന്ന ഈ പറയുന്ന സർക്കാരിന്റെ സമീപനത്തെ തുറന്നു കാണിക്കുന്നതും യഥാർത്ഥ ശബരിമലയുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അതിനിടെ അയ്യപ്പ സംഗമത്തിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി എത്തി. പൊതുപണം ചിലവാക്കില്ല എന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുന്നതെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. പരിപാടിയുടെ സാമ്പത്തിക ചിലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.